വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ തിയറം ഓഫ് പാപ്പസ് ഗ്ലിഡ്നെസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇതിൽ നമുക്ക് രണ്ട് തിയറം പഠിക്കാനായിട്ടുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് തിയറത്തിൽ നിന്നും തുടങ്ങാം. അപ്പോൾ ഈ പാപ്പസ് ഗ്ലിഡ്നെസിന്റെ ഫസ്റ്റ് തിയറം പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഈ തിയറമാണ് നമ്മളിവിടെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഈ തിയറം പറയുന്നത് ദ ഏരിയ ഓഫ് സർഫസ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് എ പ്ലെയിൻ കർവ് എബൌട്ട് എ നോൺ ഇന്റർസെക്റ്റിംഗ് ആക്സിസ് in the plane of the curve is equal to the product of length of the curve and the distance traveled by the centroid of the curve while the surface is being generated. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് സപ്പോസ് ഇതുപോലെ ഒരു കർവ് ഉണ്ടെങ്കിൽ ഈ കർവിനെ ഞാൻ ഒരു ആക്സിസിന്റെ ചുറ്റും വളരെ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്കൊരു സർഫസ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് പോലെ കാണാൻ പറ്റും. ഈ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ ഇതുപോലെ ചെയ്യുവാണ്. ഞാനൊരു കർവിനെ എടുത്തിട്ട് ഈ കർവിനെ ഞാൻ ഒരു ആക്സിസിന്റെ ചുറ്റും റിവോൾവ് ചെയ്യുവാണ്. സോ ദാറ്റ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഈ കർവ് ഈ ആക്സിസുമായിട്ട് ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല. അല്ലാത്ത രീതിയിൽ നമ്മൾ ഇതിനെ റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സർഫസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത് ഓഫ് curve and the distance traveled by the centroid of this curve while this surface is generated എന്നുള്ളതാണ് ഈ തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തിയറം ഒന്നും കൂടി നോക്കാം. The area of surface generated by revolving a plane curve about a non-intersecting axis in the plane of the curve is equal to the product of the length of the curve and distance traveled by the centroid of the curve while the surface is being generated. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മളൊരു കർവ് റിവോൾവ് ചെയ്തൊരു സർഫസ് ഉണ്ടാക്കുവാണെങ്കിൽ അപ്പോൾ ഉണ്ടായ സർഫസിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ കർവ് ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദ കർവ് വൈൽ ദിസ് സർഫസ് ഈസ് ജനറേറ്റഡ്. ഇത്രയേ ഉള്ളൂ ഈ തിയറത്തിൻ്റെ അത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ പ്രൂഫ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കർവിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത കർവ് തന്നെ എടുക്കുകയാണ്. ഞാൻ അസ്യൂം ചെയ്യുകയാണ് ആ കർവിന്റെ ലെങ്ത് L ആണെന്നുള്ളത്. എന്നിട്ട് അതിൽ ചെറിയൊരു പോർഷൻ മാത്രം ഞാൻ എടുക്കുകയാണ്, വിച്ച് ഈസ് ഹാവിംഗ് എ ലെങ്ത് ഓഫ് DL. സോ കൺസിഡർ ആൻ എലമെന്റ് ഓഫ് ലെങ്ത് DL ഓഫ് ദ കർവ് ഓഫ് ലെങ്ത് L which is revolved about x axis. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു x axis ഉണ്ട്. എന്നിട്ട് ഈ ചെറിയൊരു DL ലെങ്ത്തുള്ള സാധനത്തിന് ഞാൻ എന്താ ചെയ്യുന്നത്? ഇതിന് ചുറ്റും റിവോൾവ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഒരു എലമെന്റൽ ഏരിയ, സർഫസ് ഏരിയ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇനി ഈ സർഫസ് ഏരിയ നമുക്ക് എങ്ങനെ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാം? ഈ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അതൊരു സർക്കുലർ ഷേപ്പ് ആയിരിക്കുമല്ലോ നമ്മൾ ഇതുപോലെ റിവോൾവ് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ ഈ സർക്കുലർ ഷേപ്പിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? അത് ഈ സർക്കിളിന്റെ പെരിമീറ്റർ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ഇതിന്റെ റേഡിയസ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ എക്സ് ആക്സിസിൽ നിന്ന് DL-ലേക്കുള്ള ലെങ്ത് y ആയിരുന്നു. ഈ y കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മളിത് റൊട്ടേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് ആയിട്ട് വരുന്നത് y തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പെരിമീറ്റർ എത്രയായിരിക്കും? ഈ പെരിമീറ്റർ വിൽ ബി ഈക്വൽ ടു 2π ഇൻറ്റു y ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സർഫസ് ഏരിയ എത്രയായിരിക്കും? പെരിമീറ്റർ 2π ഇൻറ്റു y ആണെങ്കിൽ ഇൻറ്റു ഇതിന്റെ തിക്നെസ് വിച്ച് ഈസ് DL ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ ഈ ചെറിയൊരു എലമെന്റിന്റെ സർഫസ് ഏരിയ എന്തായി? 2π y ഇൻറ്റു DL എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് 2π y ഇൻറ്റു DL എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ടോട്ടൽ കർവ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ചെറിയ എലമെന്റിനെ നമ്മൾ ത്രൂ ഔട്ട് ദ ലെങ്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. ദെയർഫോർ ദ എൻറ്റയർ ഏരിയ ജനറേറ്റഡ് ബൈ ദ കർവ് ക്യാപിറ്റൽ A ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഈ കിട്ടിയ വാല്യൂ വിച്ച് ഈസ് 2π y ഇൻറ്റു DL. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ 2π കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ എനിക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? 2π ഇൻറ്റു ഇന്റഗ്രൽ YDL. പക്ഷേ ഈ ഇന്റഗ്രൽ YDL നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതെവിടെയാണ്? നമ്മൾ കർവിന്റെ സെൻട്രോയിഡ്, നമ്മൾ ഏരിയയുടെ എല്ലാം സെൻട്രോയിഡ് പറയുന്ന പോലെ കർവിനും സെൻട്രോയിഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y ബാർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ YDL ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ DL എന്നാണ്. y ബാർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ YDL ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ DL. ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു L, ക്യാപിറ്റൽ L തന്നെയാവും ഇന്റഗ്രൽ DL. അപ്പോൾ y ബാർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ YDL ഡിവൈഡ് ബൈ L ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ YDL എനിക്ക് എങ്ങനെ എഴുതാം? ഈ അടിയിലുള്ള L-ന്, ഡിനോമിനേറ്ററിലുള്ള L-ന് എന്ത് ചെയ്യാം? ഇപ്പുറത്തുള്ള y ബാറിന്റെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ y ബാർ ഇൻറ്റു L വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ YDL. അപ്പോൾ ഇതിന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2π ഇൻറ്റു y ബാർ ഇൻറ്റു L എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? y ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ആണ്. 2π ഇൻറ്റു y ബാർ ഇൻറ്റു L എന്ന് പറയുമ്പോൾ എന്തായി? നമുക്ക് ഇതിന്റെ ടോട്ടൽ ഏരിയ കിട്ടി. പക്ഷേ ഈ സാധനം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, L എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കർവിന്റെ ലെങ്ത് ആണ്. 2π ഇൻറ്റു y ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? y ബാർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്.
അല്ലേ? നമ്മളിപ്പോൾ നേരത്തെ കണ്ടു y ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്തായിരുന്നു? 2π ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഇവിടെയാണ് ഈ കർവിൻ്റെ സെൻട്രോയിഡ് എന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് തൊട്ട് ഈ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കില്ലേ y ബാർ. അപ്പോൾ ഈ y ബാർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? 2π ആയിരിക്കും. അതാണ് ഇവിടെ കാണുന്നത് 2π വിച്ച് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ് ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ L. എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടും. അപ്പോൾ നമ്മളുടെ പാപ്പസ് ഗ്ലിൻഡസിന്റെ ഫസ്റ്റ് തിയറം പ്രൂവ്ഡ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് തിയറം എന്താ പറയുന്നതെന്ന് നോക്കാം. ഓൾമോസ്റ്റ് സിമിലർ ആണ് ഫസ്റ്റ് തിയറം പോലെ. ഫസ്റ്റ് തിയറത്തിൽ നമ്മൾ കർവ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു സർഫസ് ആണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് തിയറത്തിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോവുക? നമ്മളൊരു ഏരിയ റൊട്ടേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ തിയറത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. പാപ്പസ് ഗ്ലിൻഡസിന്റെ സെക്കൻഡ് തിയറം ആണ്. നമുക്ക് ആദ്യം തന്നെ തിയറം ഒന്ന് വായിച്ചു നോക്കാം. The volume of a body generated by revolving a plane area about a non-intersecting axis in the plane of the area is equal to the product of the area and the distance traveled by the centroid of the plane area while the body is being generated. Okay, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തിയറോട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തിയറത്തിൽ നമ്മൾ എന്താ ചെയ്തത്? ഒരു കർവ് എടുത്ത് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഒരു സർഫസ് ആണ് ഉണ്ടായത്. ആ സർഫസിന്റെ ഏരിയ എന്തായിരുന്നു? ലെങ്ത് ഓഫ് ദ കർവ് ഇൻടു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ സെൻട്രോയിഡ് ആയിരുന്നു. അതുപോലെ ഇവിടെ നമ്മൾ കർവിന് പകരം എന്താ ചെയ്യുന്നത്? ഒരു ഏരിയ എടുത്ത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു സോളിഡ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആ സോളിഡ് ഷേപ്പിന്റെ വോളിയം എന്തിന് ഈക്വലന്റ് ആയിരിക്കും? ഈ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ആണെന്നുള്ളതാണ് സെക്കൻഡ് തിയറം പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ആദ്യത്തേൽ കർവാണ്, അപ്പോൾ അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സർഫസ് ഏരിയയാണ്. സെക്കൻഡ് വണ്ണിൽ നമുക്ക് ഏരിയ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വോളിയം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതും നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് വണ്ണിൽ കർവ് ആണെങ്കിൽ അതിന്റെ ലെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സെൻട്രോയിഡ്. സെക്കൻഡ് തിയറത്തിൽ വോളിയം ആയതുകൊണ്ട് എന്താണ്? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സെൻട്രോയിഡ് ആയിരിക്കും. ഓക്കെ, ഇത്ര ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൂഫും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഏരിയ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഏരിയയിൽ ചെറിയൊരു എലമെന്റൽ പീസ് DA മാത്രം ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. കൺസിഡർ ആൻ എലമെന്റ് DA ഓഫ് ദി ഏരിയ. എന്നിട്ട് ഈ ഏരിയനെ എന്ത് ചെയ്യണം? നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈസ് റിവോൾവ്ഡ് എബൌട്ട് ദി എക്സ് ആക്സിസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതുപോലെ ഒരു റിംഗ് നമുക്ക് ഫോം ചെയ്യും. ഈ റിങ്ങിന്റെ വോളിയം ഇനി എത്രയായിരിക്കും? ഈ വോളിയം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ DA എന്ന് പറഞ്ഞ DA എന്ന് പറഞ്ഞ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ഈ ഒരു സർക്കംഫറൻസ് അല്ലെങ്കിൽ ഒരു പെരിമീറ്റർ ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ ദ വോളിയം DV ജനറേറ്റഡ് ബൈ ദ എലമെന്റ് DA ഇൻ 1 റെവല്യൂഷൻ ഇസ് ഈക്വൽ ടു 2πy ഇൻറ്റു DA. എന്തുകൊണ്ടാണ് 2πy വന്നത്? നമ്മൾ ഈ കൺസിഡർ ചെയ്ത DA നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഓഫ് y യൂണിറ്റ്സ് എന്നുള്ളത് ഫ്രം ദി ആക്സിസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സർക്കുലർ ഷേപ്പിലായിരിക്കുമല്ലോ റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? 2π ഇൻറ്റു റേഡിയസ്. ഈ കേസിൽ y ആണ് റേഡിയസ് ആയിട്ട് വരുന്നത്, അതുകൊണ്ട് 2π ഇൻറ്റു y. ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ DA ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിങ്ങിന്റെ വോളിയം കിട്ടും. സ്മോൾ വോളിയം, അതുകൊണ്ട് DV എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്തത്. അങ്ങനെ സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്തപ്പോൾ ഇതാണ് എനിക്ക് വോളിയം കിട്ടുന്നുണ്ടെങ്കിൽ ടോട്ടൽ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ വോളിയം ജനറേറ്റഡ് ബൈ ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ A ഈസ് ഈക്വൽ ടു V, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ദിസ് ടൈം. ഈ ടൈമിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇന്റഗ്രൽ 2πy ഇൻറ്റു DA. ഇതിൽ നോക്കുകയാണെങ്കിൽ 2π കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ നമ്മൾ 2π പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? ദിസ് വിൽ ബി ഈക്വൽ ടു 2π ഇൻറ്റു ഇന്റഗ്രൽ YDA. നമ്മൾ y ബാറിന്റെ ഇക്വേഷനിൽ കണ്ടതാണ്. വാട്ട് വാസ് y ബാർ? y ബാർ വാസ് ഈക്വൽ ടു ഇന്റഗ്രൽ YDA ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ DA. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ DA ആണ്. ഇന്റഗ്രൽ DA എന്തായിരിക്കും? ക്യാപിറ്റൽ A തന്നെയാവും. അപ്പോൾ y ബാർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ YDA ഡിവൈഡ് ബൈ ഇന്റഗ്രൽ DA ഓർ A. അപ്പോൾ ഇവിടെ വരുന്ന എന് എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? y ബാർ ഇൻറ്റു A വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ YDA. അപ്പോൾ ഈ ഒരു ഇന്റഗ്രൽ YDAക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? y ബാർ ഇൻറ്റു A എന്നുള്ളത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ എന്ത് കിട്ടും? 2πy ബാർ ഇൻറ്റു A എന്നുള്ളത് കിട്ടും. അപ്പോൾ അത് തന്നെയല്ലേ ഈ തിയറം പറയുന്നത്. അതായത് 2πy ബാർ ഇൻറ്റു A എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വോളിയം ആണ്. ഇതിൽ നോക്കിയാൽ 2πy ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സെൻട്രോയിഡ് ആണ്. ദിസ് മൾട്ടിപ്ലൈഡ് ബൈ നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്ത ഏരിയ എന്താണ്? എന്തിന് ഈക്വലന്റ് ആണ്? വോളിയത്തിന് ഈക്വലന്റ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് രണ്ട് പാപ്പസ് ഗ്ലിൻഡസിന്റെ തിയറംസ് വരുന്നത്. ഒന്ന് നമുക്ക് സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്, രണ്ടാമത് നമുക്ക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ രണ്ട് തിയറവും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മൾ നോർമലി ഉള്ള ഒരു ജനറൽ മോഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു പ്യുവർ റൊട്ടേഷനോ പ്യുവർ ട്രാൻസ്ലേഷനോ ആയിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ നമ്മുടെ ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ ഇൻസ്റ്റൻറ്റിൽ അതിനെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ മോഷൻ ഒരു സിംഗിൾ പോയിന്റിനെ ബേസ് ചെയ്ത് പ്യുവർ റൊട്ടേഷൻ ആണെന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ,
നിങ്ങൾ ഇവിടെ ഈ ഒരു A1 B1 എന്ന് പറഞ്ഞ റോഡ് നോക്കുക. ഈ A1 B1 എന്ന് പറഞ്ഞ റോഡ് കുറച്ച് കഴിയുമ്പോഴേക്കും A2 B2ലെത്തി. അത് കഴിഞ്ഞ് വീണ്ടും അത് മൂവ് ചെയ്ത് പല പല ഡയറക്ഷനിൽ പോകണമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും ഒരു പ്യുവർ റൊട്ടേഷൻ മോഷനോ പ്യുവർ ട്രാൻസ്ലേഷനോ അല്ല. എന്നാൽ നമ്മളൊരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ, ടൈമിന്റെ ഇൻസ്റ്റന്റിൽ ഈ റോഡ് നിൽക്കുമ്പോഴേക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും ഈ റോഡ് ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത്, ഒരു പർട്ടിക്കുലർ പോയിന്റിനെ ബേസ് ചെയ്ത് പ്യുവർ റൊട്ടേഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സെന്റർ പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ സെന്റർ പോയിന്റിന് പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്നുള്ളത്. അതായത് ദ മോഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഓഫ് എ ബോഡി at a given instant can be considered as that of pure rotation of the body about a point. This point about which the body can be assumed to be rotating at the given instant is called as instantaneous center of rotation. കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ സെയിം മൂവ്മെന്റ് തന്നെ എടുക്കുവാണ്. A1 B1 എന്ന് പറഞ്ഞ ഒരു റോഡുണ്ട്. ഈ റോഡിന് ഞാൻ എന്താ ചെയ്യുന്നത്, കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് മൂവ് ചെയ്ത് A2 B2ൽ എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം ഇൻസ്റ്റന്റിൽ ഞാൻ ഇതിന്റെ മൂവ്മെന്റ് ഒന്ന് കൺസിഡർ ചെയ്യുവാണ്. ഇനി ഈ ഒരു പോയിന്റ് കിട്ടാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിന്റെ എൻഡ് പോയിന്റ്സ് A1 A2 കണക്ട് ചെയ്തിട്ടൊരു ലൈൻ വരക്കുവാണ്. ഈ ലൈനിന് മറ്റൊരു ബൈസെക്ടർ ഞാൻ മാർക്ക് ചെയ്ത് അത് എക്സ്റ്റെൻഡ് ചെയ്തിടുവാണ്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, സെക്കൻഡ് എൻഡ് അതായത് B1 B2 കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരക്കുവാണ്. ആ ലൈനിന് ഞാനൊരു ബൈസെക്ടർ വരക്കുവാണ്. ഈ രണ്ട് ബൈസെക്ടർ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഞാൻ ഈ I എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ I കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. അതായത് A1 B1 എന്ന് പറഞ്ഞ ഈ ഒരു ട്രയാങ്കിളും A2 B2 എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ രണ്ട് ട്രയാങ്കിളും കോൺകറന്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്, ഇവിടെ ഈ ഒരു സൈഡ് നോക്കിയാൽ A1 B1 ദാറ്റ് വിൽ ബി സെയിം ആസ് A2 B2. സെയിം റോഡ് തന്നെയല്ലേ റൊട്ടേറ്റ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്ത് വന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡും എന്തായിരിക്കും, സെയിം ആണ്. പിന്നെ A1 I എന്ന് പറഞ്ഞ ഈ ഒരു സൈഡും A2 എന്ന് പറഞ്ഞ ഈ ഒരു സൈഡും, ഈ രണ്ട് സൈഡും സെയിം തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്, നമ്മളിവിടെ ഒരു ലൈൻ കണക്ട് ചെയ്തിട്ട് അതിന്റെ ബൈസെക്ടർ ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ A1ഉം A2ഉം സെയിം ആയിരിക്കും. സിമിലർലി ഇവിടെയും നമ്മൾ ബൈസെക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ B1 Iയും B2 Iയും എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ്സ് നമുക്ക് മാച്ച് ചെയ്യുന്നത് പോലെ വന്നതുകൊണ്ട് എന്താണ്, അത് കോൺകറന്റ് ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ ബേസ് ചെയ്ത് പ്യുവർലി റൊട്ടേഷണൽ മൂവ്മെന്റിലായിട്ട് നമുക്ക് മൂവ് ചെയ്യുന്നതും ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് പറയാം, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ A1 B1 എന്ന് പറഞ്ഞ റോഡ് I എന്ന് പറഞ്ഞ പോയിന്റിനെ ബേസ് ചെയ്ത് പ്യുവർ റൊട്ടേഷനിലാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ I എന്ന് പറഞ്ഞ പോയിന്റിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ I എന്ന് പറഞ്ഞ പോയിന്റ് ഈ റൊട്ടേഷണൽ മോഷന്റെ സെന്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ A1ൽ ആക്ട് ചെയ്യുന്ന വെലോസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടാവും. നമുക്കറിയാം ഒരു റൊട്ടേഷണൽ മോഷനിൽ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റി തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്, നമുക്കറിയാം ലീനിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു R ടൈംസ് ആംഗുലർ വെലോസിറ്റി R ഒമേഗ അല്ലെ. അപ്പൊ ഇവിടെ ഇതിന്റെ ഈ ഒരു റൊട്ടേഷണൽ മൂവ്മെന്റിന്റെ ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റന്റ് ഒമേഗ ആണെങ്കിൽ ഈ VA1ന്റെ വാല്യൂ എത്രയായിരിക്കും, R ടൈംസ് ഒമേഗ. ഇവിടുത്തെ R എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് IA1 ടൈംസ് അതിന്റെ ഒമേഗ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് B1ലുള്ള വെലോസിറ്റി നോക്കിയാലോ, ഇറ്റ് വിൽ ബി ഈക്വൽ ടു IB1 ടൈംസ് അവിടുത്തെ ഒമേഗ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒമേഗ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് എന്ത് മാത്രമാണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഇൻസ്റ്റന്റേനിയസ് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് ചേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ഈ ബോഡിയുടെ ഓരോ പോയിന്റിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the distance from the instantaneous center to that point. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സെന്ററിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന പ്രോപ്പർട്ടി ഇതാണ്, the magnitude of velocity of any point on a body is proportional to its distance from the instantaneous center. ഓക്കെ, നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം. ആൻഡ് ഇറ്റ് വിൽ ബി ഓൾസോ ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ടൈംസ് ദ ഡിസ്റ്റൻസ് അല്ലെ. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ബേസിക്കലി റേഡിയസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്.
കാരണം ഇത് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആണ്. r ടൈംസ് ഒമേഗ ആയിരിക്കും എപ്പോഴും ഈ ബോഡിയുടെ അവിടെയുള്ള ലീനിയർ വെലോസിറ്റി. അതുകൊണ്ടാണ് ഈ ഒരു ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് എനി പോയിന്റ് ഓൺ എ ബോഡി ഈസ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ജോയിനിങ് ദാറ്റ് പോയിന്റ് ആൻഡ് ദ ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ലൈൻ ജോയിനിങ് നമുക്ക് A1 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റും ഇൻസ്റ്റന്റേനിയസ് സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുന്ന ലൈൻ ഇതാണ്. എപ്പോഴും എന്താണ്, ഒരു റൊട്ടേഷണൽ മോഷനിലുള്ള കേസ് ആണെങ്കിൽ അതിന്റെ അവിടെയുള്ള വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി എങ്ങനെയായിരിക്കും? അതിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ ടാൻജൻഷ്യൽ ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ റേഡിയൽ ഡയറക്ഷനിലുള്ള ഈ ഒരു ലെങ്ത്തിന് എപ്പോഴും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. അതാണ് നമ്മളുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഒരു ജനറൽ മോഷൻ ഉള്ളപ്പോഴേക്കും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് പ്യൂർ റൊട്ടേഷൻ ആണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബോഡി കുറച്ച് കഴിഞ്ഞ് അടുത്തൊരു ഇൻസ്റ്റന്റ് വരുമ്പോഴേക്കും ഇതിന്റെ മൂവ്മെന്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. ആ സമയത്ത് വേറൊരു പോയിന്റ് ആയിരിക്കും ഇൻസ്റ്റന്റിന്റെ സെന്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പോയിന്റ്സിനെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കർവ് കിട്ടും. അതിന് പറയുന്ന പേരാണ് സെൻട്രോയിഡ് എന്നുള്ളത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലോക്കസ് ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആസ് ദ ബോഡി ഗോസ് ഓൺ ചേഞ്ചിങ് ഇറ്റ്സ് പൊസിഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രോയിഡ് എന്നുള്ളത്. ഇപ്പം നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്താണെന്നുള്ളതും അതിന്റെ രണ്ട് പ്രോപ്പർട്ടീസും സെൻട്രോയിഡ് എന്താണെന്നുള്ളതും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഈ ഒരു ടോപ്പിക്കിൽ നോക്കാനായിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഒരു ബോഡിയിൽ കുറച്ച് വെലോസിറ്റീസ്, ഇപ്പോൾ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വെലോസിറ്റീസ് അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് എങ്ങനെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ലൊക്കേറ്റിംഗ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഇത് രണ്ട് കേസിലാണ് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യുന്നത്, മെത്തേഡ്സ്. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റീസ് ഓഫ് എനി 2 points ഓൺ ദ ബോഡി ആർ നോൺ ടു അസ്. നമുക്ക് ഇതുപോലെ ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ ഈ ബോഡിയിൽ ഏതെങ്കിലും 2 പോയിന്റ്സ് AB അവിടെയുള്ള വെലോസിറ്റീസിന്റെ ഡയറക്ഷൻ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ലൊക്കേറ്റ് ചെയ്യാം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ഈ വെലോസിറ്റിയുടെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരക്കുക 2 വെലോസിറ്റിക്ക്. ആ പെർപെൻഡിക്കുലർ വയ്ക്കുന്ന ലൈൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്യും. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ ആ പോയിന്റ് ആയിരിക്കും ആ ബോഡിയുടെ ആ ഒരു ഇൻസ്റ്റന്റിലുള്ള ഇൻസ്റ്റന്റേനിയസ് സെന്റർ. വളരെ ഈസി അല്ലേ? സോ ഇൻ ദിസ് കേസ് വാട്ട് യു ഹാവ് ടു ഡു, ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ലൈൻസ് drawn perpendicular to the direction of velocities will be the instantaneous center. Okay. ഇനി രണ്ടാമത്തെ കേസിൽ വരുമ്പോഴേക്കും നമുക്ക് എന്താണ് അറിയാവുന്നത്? when the direction of velocities are parallel. നമ്മുടെ 2 പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ 2 പോയിന്റ് വെലോസിറ്റീസ് എങ്ങനെയായിരിക്കണം? അതിന്റെ ഡയറക്ഷൻ പാരലൽ ആയിരിക്കണം, മാഗ്നിറ്റ്യൂഡ് ഡിഫറൻറ്റും ആയിരിക്കണം. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യാം? ഇതിന് ഒരു സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് എടുക്കാം. ഇതിലിപ്പോൾ നോക്കിയാൽ നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്, ഡയറക്ഷൻ പാരലൽ ആണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഇത് രണ്ടും ആക്ട് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ രണ്ടിന്റെയും ടിപ്പ്, അതായത് ഈ 2 വെലോസിറ്റി നമ്മൾ സ്കെയിലിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടിപ്പ് കണക്ട് ചെയ്തിട്ട് ഒരു ലൈനും കൂടി വരക്കുക. അപ്പൊ ഈ 2 ലൈൻസും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ദാറ്റ് വിൽ ഗിവ് യു ദി ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഇതാണ് ഈ ഒരു കേസിൽ. ഇനി സെക്കൻഡ് കേസ്, നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ കേസിൽ നമ്മൾ ഒരു രീതിയിലും കൂടെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. എപ്പോഴാണ്? നമുക്ക് ഈ തന്നിരിക്കുന്ന 2 പോയിന്റിലെ വെലോസിറ്റീസ് അറിയാം. വെലോസിറ്റീസ് പാരലൽ ടു ഈച്ച് അതറും ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻറ്റും ആണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് ദേ ആർ ആക്ടിങ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. രണ്ടും 2 ഡയറക്ഷനിലും കൂടിയാണ് ആക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതി. ഈ 2 പോയിന്റ്സും കണക്ട് ചെയ്ത ഒരു ലൈൻ വരക്കുക. ഈ 2 വെലോസിറ്റീസും സ്കെയിലിൽ മാർക്ക് ചെയ്തതിനു ശേഷം അതിന്റെ ഹെഡ് കണക്ട് ചെയ്തിട്ട് ഒരു ലൈനും കൂടി വരക്കുക. ഈ 2 ലൈനും എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നു അതായിരിക്കും നമ്മളുടെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ. കേസ് 2 ഇൻ ദിസ് കേസ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് ദ ടിപ്പ് ഓഫ് ദ വെലോസിറ്റി വെക്ടേഴ്സ് ആൻഡ് ഐദർ ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ്. നമ്മൾ ആദ്യം രണ്ടാമത്തെ കേസിൽ കണ്ടതുപോലെ A B നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്തോളൂ. അതാണ് ഐദർ ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് ഓർ എക്സ്റ്റൻഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ്. ആദ്യം കണ്ടത് എയും ബിയും നമ്മൾ കണക്ട് ചെയ്തു, അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. വിൽ ബി ദ ഇൻസ്റ്റന്റേനിയസ് സെന്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ലേ ലൊക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സോ ഇന്നത്തെ നമ്മുടെ ഈ ലെക്ചറിൽ നമ്മൾ കുറച്ച് തിയററ്റിക്കൽ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, രണ്ട് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്നുള്ളത്, പിന്നെ രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ ആദ്യം വരുന്നത് വർക്ക് എനർജി പ്രിൻസിപ്പിൾ, പിന്നെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം, ദാറ്റ് ഈസ് പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ ഈ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ടി ബീം എടുത്തിട്ടുണ്ട്. ഈ ടി ബീമിന്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ നമുക്കറിയാം അതൊരു ടി ഷേപ്പിലുള്ള ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഇനി ഇതിന്റെ സെൻട്രോയിഡ് ഞാനിവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണിച്ചിരിക്കുന്ന പോയിന്റ് ആണ് ഇതിന്റെ സെൻട്രോയിഡ്. സപ്പോസ് നമുക്ക് ഈ സെൻട്രോയിഡിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്, സെൻട്രോയിഡൽ എക്സ് ആക്സിസ് എന്നുള്ളതും സെൻട്രോയിഡൽ വൈ ആക്സിസ് എന്നുള്ളതും പറയും. ഇനിയിപ്പോൾ ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അവർ സെൻട്രോയിഡൽ ഇസഡ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ ഈ ഒരു സെൻട്രോയിഡൽ ഇസഡ് ആക്സിസിൽ ഉണ്ടാക്കുന്ന എബൌട്ട് സെൻട്രോയിഡൽ ഇസഡ് ആക്സിസിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനീഷ്യനെയാണ് നമ്മൾ പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഇത്ര നാൾ ഡിസ്കസ് ചെയ്തത് ഒരു സെക്ഷൻ എടുത്തിട്ട് അതിന്റെ സെൻട്രോയിഡൽ എക്സ് ആക്സിസിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനീഷ്യ, അതുപോലെ തന്നെ ഈ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ അബൌട്ട് വൈ ആക്സിസ് ഐ വൈ വൈ അതല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ അബൌട്ട് സെൻട്രോയിഡൽ എക്സ് ആക്സിസ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത്, ഐ എക്സ് എക്സ് അല്ലെങ്കിൽ ഐ എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് വിച്ച് ഈസ് അവർ ഇസഡ് ആക്സിസിൽ ഈ സെയിം സെക്ഷൻ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനീഷ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം ദ മൊമെന്റ് ഓഫ് ഇനീഷ്യ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദി ഏരിയ ഈസ് കോൾഡ് പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ. അത് നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ ജെ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ചില സമയത്ത് നമ്മൾ ഐ ഇസഡ് എന്ന് പറഞ്ഞ് അതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ ബേസിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തേക്കാം. സാധാരണ നമ്മുടെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മളൊരു ബീമിൽ ഇപ്പോൾ ഒരു ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബീം അതിന് റെസിസ്റ്റ് ചെയ്യുന്നത് ബെൻഡിങ് ആക്ഷൻ കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു സെക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സെക്ഷന് ഈ ഒരു ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യേണ്ട എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, മൊമെന്റ് ഓഫ് ഇനീഷ്യ യൂസ് ചെയ്തത്. ഇനി പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യയുടെ കേസിൽ വരുമ്പോഴേക്കും സാധാരണ ലോഡിംഗ് അല്ല, പകരം നമ്മളൊരു മൊമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഒരു ടോർഷൻ ആക്ട് ചെയ്യുവാണെങ്കിൽ, അങ്ങനെ ഒരു ടോർഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ എത്രത്തോളം ആ ടോർഷനെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്നുള്ളത്. മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാം പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. നമ്മൾ ഓൾറെഡി കണ്ടതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ട് അല്ലെ. നമുക്കൊരു എക്സ് ആക്സിസിലും വൈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനീഷ്യ ഐ എക്സും ഐ വൈ ആണെങ്കിൽ ആ രണ്ട് ആക്സിസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ കൂടി പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്തായിരുന്നു, ഐ എക്സ് പ്ലസ് ഐ വൈ ആണ്. അത് നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഇന്റർസെക്ഷനിൽ കൂടി പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് നമ്മളുടെ ഇസഡ് ആക്സിസ്. ആ ആക്സിസിൽ ഈ സെയിം സെക്ഷൻ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനീഷ്യനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ, വെയർ ഐ എക്സ് ആൻഡ് ഐ വൈ ആർ ദി മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദ ഏരിയ അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ എക്സ് ആൻഡ് വൈ ആക്സിസ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ള ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞൊരു ടേമാണ്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇതിനു വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ ഈ കാണിച്ചിരിക്കുന്ന പോലെ ആർബിട്രറി ആയിട്ട് ഞാനൊരു ഏരിയ എടുക്കുകയാണ്. ഒരു ആക്സിസും കൺസിഡർ ചെയ്യുന്നുണ്ട്, എ ബി എന്ന് പറഞ്ഞൊരു ആക്സിസും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ് മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദിസ് ഏരിയ അബൌട്ട് ഈ ആക്സിസ് എന്തായിരിക്കും, ദ സെക്കൻഡ് മൊമെന്റ് ഓഫ് ദിസ് ഏരിയ അബൌട്ട് ദിസ് ആക്സിസ് ആയിരിക്കും അല്ലെ. ഇനിയിപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ഞാൻ അതുപോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ ഒരു ഏരിയയുടെ എ ബി ആക്സിസിൽ വരുന്ന മൊമെന്റ് ഓഫ് ഇനീഷ്യ എത്രയായിട്ട് കിട്ടി, ഐ ആയിട്ട് കിട്ടി, ക്യാപിറ്റൽ ഐ ആയിട്ട് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. സോ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ദിസ് ഏരിയ അബൌട്ട് ആക്സിസ് എ ബി ഈസ് ക്യാപിറ്റൽ ഐ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയനെ ഒന്ന് കംപ്രസ് ചെയ്തിട്ട് ഒരു തിൻ സ്ട്രിപ്പ് ആക്കി ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു കുഞ്ഞ് സ്ട്രിപ്പ് ആക്കി മാറ്റി. ഓക്കെ, ഇനി എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഞാൻ എ ബി ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് കേസിൽ കിട്ടിയ സെയിം മൊമെന്റ് ഓഫ് ഇനീഷ്യ തന്നെ കിട്ടും. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഏരിയനെ ഞാൻ കംപ്രസ് ചെയ്ത് ഒരു തിൻ സ്ട്രിപ്പ് ആക്കിയിട്ട് ഞാൻ നോക്കുന്നത് എന്താണ്, എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയനെ ഞാൻ ഒരു ഡിസ്റ്റൻസിൽ വെക്കും. നമുക്ക് അസ്യൂം ചെയ്യാം കെ ഡിസ്റ്റൻസിൽ വെച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനീഷ്യ എങ്ങനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനീഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ ഏരിയ ഇൻറ്റു
ഇതിന്റെ ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ. ഈ ഒരു ഡിസ്റ്റൻസ് സ്ക്വയർ വെച്ചിട്ട് സെക്കൻഡ് മൊമെന്റ് അപ്പോഴല്ലേ ആവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ ഒരു സ്ട്രിപ്പ് ഞാൻ ഒരു സെർട്ടൺ ഡിസ്റ്റൻസിൽ വെച്ച് കഴിയുമ്പോഴേക്കും a ഇൻറ്റു കെ സ്ക്വയർ ഈ ഡിസ്റ്റൻസ് സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? ആദ്യം ഈ ഏരിയ ഇവിടെ ഇരുന്നപ്പോൾ ഈ ഏരിയ എ ബി ആക്സിസിൽ ഉണ്ടാക്കിയ സെയിം മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതായത് ഐ തന്നെ എനിക്ക് കിട്ടണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ വെക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, കെ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിൽ കൺസിഡർ ആൻ ഏരിയ ഈ കാണിച്ചിരിക്കുന്ന പോലെ വിച്ച് ഹാസ് എ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ വിത്ത് റെസ്പെക്ട് ടു എ ബി ആക്സിസ്. Let us assume that the area is compressed into a thin strip which is parallel to the same axis AB. For this strip to have the same moment of inertia I with respect to the same reference axis AB, the strip should be placed at a distance k units from the axis AB such that I should be equal to a into k square. എന്താണ് a into k square വരാൻ കാര്യം എന്താണ്? നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ആയതുകൊണ്ടാണ് a ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എവിടെ വെക്കണം? ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് വേണമെങ്കിൽ k കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്യാമല്ലോ. ഇതിൽ നമുക്ക് എന് ഇപ്പുറത്തേക്ക് എടുത്താൽ എന്തായി? ഐ ബൈ എ എന്നുള്ളതായി. ഈ സൈഡിൽ കെ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിൽ റൂട്ട് എടുക്കാം. സോ ദാറ്റ് വി വിൽ ഗെറ്റ് k ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ. ഈ ഒരു കെ എന്ന് പറഞ്ഞ ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇതുപോലെ ഒരു ഏരിയനെ നമ്മൾ കമ്പയർ ചെയ്ത് സ്ട്രിപ്പ് ആക്കി എത്ര ഡിസ്റ്റൻസിൽ വെക്കണം, സോ ദാറ്റ് വി വിൽ ഗെറ്റ് ദ സെയിം മൊമെന്റ് ഓഫ് ഇനേഷ്യ. അങ്ങനെയാണെങ്കിൽ സെയിം മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് എന്തെന്ന്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ളത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു പ്രിൻസിപ്പിളിലേക്ക് മൂവ് ചെയ്യാം, വിച്ച് ഈസ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതില് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൺസെപ്റ്റ് ഡയറക്റ്റ് പറയുവാണെങ്കിൽ, സപ്പോസ് നമുക്ക് ഈ ലെഫ്റ്റ് എൻഡിൽ ഒരു ബോഡി ഉണ്ട്, ഒരു ചെറിയൊരു ബോക്സോ എന്തെങ്കിലും ഒരു ബോഡി ഉണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം. എന്നിട്ട് ഞാൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ക്യാപിറ്റൽ F അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കാം ഈ ബോഡിക്ക്? ഈ ബോഡി നമുക്ക് അസ്യൂം ചെയ്യാം, ഈ ബോഡി ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് ഇപ്പുറത്ത് റൈറ്റ് എൻഡിൽ വരെ എത്തി. ഞാൻ അസ്യൂം ചെയ്യുവാണ് ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് S യൂണിറ്റ്സ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ബോഡി ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ്? ഈ ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഒരു വർക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ പറയും. വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എന്തായിരിക്കും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്? ഈ ഫോഴ്സ് ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് ആണോ അത് ഡിസ്പ്ലേസ്ഡ് ആയത്, അതായിരിക്കും നമ്മളുടെ വർക്ക് ഡൺ അല്ലെ. ഇതെല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഹാപ്പനിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെ. ഇനി നമുക്കതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തിയറം പറയുന്നത്, അത് ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് പറയാം. വർക്ക് എനർജി പ്രിൻസിപ്പിൾ പറയുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം, ഒരു എന്താ പറയുക, ഒരു ബോഡി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ പ്രൂഫ് ഒന്ന് നോക്കാം. അപ്പൊ ഇതിനായിട്ട് ഈ സെയിം മൂവ്മെന്റ് തന്നെ, അതായത് ഈ ബോഡി ആദ്യം ലെഫ്റ്റിലായിരുന്നു, അത് റൈറ്റിലേക്ക് പോയി. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രം ആദ്യം കൺസിഡർ ചെയ്യുകയാണ്. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഒരു സ്മോൾ ഡിസ്റ്റൻസ് നമുക്ക് അസ്യൂം ചെയ്യാം DS ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴേക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന വർക്ക് എന്തോരം ആയിരിക്കും? നമുക്കതിന് ചെറിയ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് DW ആണ് അവിടെ ഉണ്ടായ വർക്ക് എന്ന് അസ്യൂം ചെയ്യുകയാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഈ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇൻറ്റു ഇവിടെ സംഭവിച്ച ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഈസ് DS അല്ലെ. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ആൻഡ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഞാൻ അതിനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പഠിച്ചപ്പോഴേക്കും ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയായിരുന്നു, വിച്ച് ഈസ് F ഇസ് ഈക്വൽ ടു ma എന്നുള്ളത്. ഇതിൽ a എന്ന് പറഞ്ഞ ആക്സലറേഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു dv ബൈ dt, അല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? v ഇൻറ്റു dv ബൈ ds എന്നുള്ള രീതിയിലും നമുക്കിത് എക്സ്പ്രസ് ചെയ്യാം. നമ്മളിതും കണ്ടതായിരുന്നു ഓൾറെഡി. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ എനിക്കൊരു F ഉണ്ട്, എനിക്കറിയാം F ഇസ് ഈക്വൽ ടു ma ആണെന്നുള്ളത്. അതിൽ a പകരം ഞാൻ എന്ത് കൊടുക്കും? v ഇൻറ്റു dv ബൈ ds കൊടുക്കും. ഓക്കെ, അപ്പൊ ഈ v ഇൻറ്റു dv ബൈ ds എടുത്തിട്ട് ഈ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ m ഇൻറ്റു v ഇൻറ്റു dv ബൈ ds എന്നുള്ള സാധനം എന്തിന് ഈക്വലന്റ് ആണ്? Fന് ഈക്വലന്റ് ആയതുകൊണ്ട് ഇത്രയും സാധനത്തിന് ഞാൻ എടുത്തിട്ട് ഈ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലെ Fൽ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ദെയർഫോർ എനിക്ക് എന്ത് കിട്ടും? dw നമ്മുടെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു m ഇൻറ്റു v. m എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന m ഇൻറ്റു, ഇനി ആക്സലറേഷന് പകരം എന്ത് വരും? v ഇൻറ്റു dv ബൈ ds. കണ്ടോ, m ഇൻറ്റു v ഇൻറ്റു dv ബൈ ds. പിന്നെ ബാക്കി എന്താ ഉണ്ടായിരുന്നത്? ഇവിടെ ഒരു ds ഉണ്ടായിരുന്നു.
ആ ഡി എസ് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എം ഇൻറ്റു വി ഇൻറ്റു ഡി വി എന്നുള്ളത് കിട്ടും. അപ്പോൾ അതായത് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി ഇൻറ്റു ഡി വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ ഡി എസ് ഡിസ്റ്റൻസിൽ ഈ ഫോഴ്സ് ചെയ്ത വർക്കിനുള്ള എക്സ്പ്രഷൻ. പക്ഷെ നമ്മുടെ ഇവിടെ ടോട്ടൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എസ് ഡിസ്റ്റൻസ്, ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എസ് ആണ്. അത് ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷൻ വരെ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോഴുള്ള ടോട്ടൽ വർക്ക് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. സോ ഇറ്റ് വിൽ ബി ഇന്റഗ്രൽ 1 to 2, അതായത് ഫസ്റ്റ് പൊസിഷൻ ടു സെക്കൻഡ് പൊസിഷൻ ഡി ഡബ്ല്യു, നമ്മളുടെ ചെറിയ വർക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ എം കോൺസ്റ്റന്റ് ടൈം ആയതുകൊണ്ട് എമ്മിനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ബാക്കി എന്താ ഉള്ളത്? വി ഡി വി ഉണ്ട്. അപ്പൊ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 1 to 2 വി ഡി വി എന്നുള്ളത് ഞാൻ അവിടെ എഴുതുകയാണ്. ഇനി ഇന്റഗ്രൽ ഡി ഡബ്ല്യു എന്തായിരിക്കും? നമ്മൾ ഇതിനെ ടോട്ടൽ ഡിസ്റ്റൻസിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ വർക്ക് ഡൺ. അപ്പൊ അതിനെ നമുക്ക് ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ദിസ് വിൽ ബി ഈക്വൽ ടു ഇവിടെയുള്ള ഈ കോൺസ്റ്റന്റ് വാല്യൂ എം ഇൻറ്റു ഇന്റഗ്രൽ വി ഡി വി എന്ത് വരും? വി സ്ക്വയർ ബൈ 2. പിന്നെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ എഴുതുവാണ് വി സ്ക്വയർ ബൈ 2. ലിമിറ്റ്സ് എന്തൊക്കെയാണ്? 1 to 2, ഫസ്റ്റ് പൊസിഷൻ തൊട്ട് സെക്കൻഡ് പൊസിഷൻ വരെ ഉള്ളത്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? എം ഇൻറ്റു ഫസ്റ്റ് അപ്പർ ലിമിറ്റ് 2 ആണ്. അപ്പൊ എം ഇൻറ്റു വി 2 സ്ക്വയർ ബൈ 2 മൈനസ് എം ഇൻറ്റു വി 1 സ്ക്വയർ ബൈ 2. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഹാഫ് എം വി സ്ക്വയർ അല്ലെ. എം ഇൻറ്റു വി 2 സ്ക്വയർ ബൈ 2 ഉണ്ട്. അതിനെ ഞാൻ പുറത്തേക്ക് നീക്കി വെച്ചു. അപ്പോൾ ഹാഫ് എം വി 2 സ്ക്വയർ മൈനസ് ഹാഫ് എം വി 1 സ്ക്വയർ. ഇതിൽ ഈ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇത് വേറെ ഒന്നുമല്ല, നമ്മളുടെ കൈനറ്റിക് എനർജിയാണ്. വി 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ പൊസിഷനിലുള്ള വെലോസിറ്റി അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി. വി 1 ഇനീഷ്യൽ വെലോസിറ്റി, എം മാസമാണ്. അപ്പൊ ഇതെന്താ ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ഹാഫ് ഇൻറ്റു എം വി 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി. ഹാഫ് ഇൻറ്റു എം വി 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ പൊസിഷനിലുള്ള കൈനറ്റിക് എനർജി. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇത് എന്തിന് ഈക്വലന്റ് ആയിരുന്നു? ടോട്ടൽ വർക്ക് ഡണിന് ഈക്വലന്റ് ആയിരുന്നു. അത് തന്നെയാണ് നമ്മളുടെ ഈ തിയറം പറയുന്നത്. വേറൊന്നുമല്ല, വർക്ക് ഡൺ ഓൺ ദി ഒബ്ജക്ട് ഈക്വൽസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദി ഒബ്ജക്ട്. അതിനെയാണ് നമ്മൾ വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ലീനിയർ കേസാണ് കൺസിഡർ ചെയ്തത്. റൊട്ടേഷണൽ അല്ലെങ്കിൽ കർവ് ലീനിയർ മോഷനിൽ നമുക്ക് ഇതേ സെയിം പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അവിടെ വരുമ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ചേഞ്ച് നമുക്കൊന്ന് നോക്കാം. ഇൻ കർവ് ലീനിയർ മോഷൻ ദ വർക്ക് എനർജി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി between any two position is equal to work done by the tangential component of the force acting on it during the motion between the 2 points. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫുൾ ഫോഴ്സ് എടുക്കില്ല നമ്മൾ. കർവ് ലീനിയർ മോഷൻ വരുമ്പോഴേക്കും വർക്ക് ഡൺ ബൈ ദ ടാൻജൻഷ്യൽ കോമ്പണന്റ് ഓഫ് ദ ഫോഴ്സ് എന്നുള്ള രീതിയിലാവും. ഇത് മാത്രമാണ് കർവ് ലീനിയർ മോഷനിലേക്ക് വരുമ്പോൾ വരുന്ന ചേഞ്ച്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് പോവാം. ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ ആണ് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഇമ്പൾസ് എന്താണെന്നുള്ളതും മൊമെന്റം എന്താണെന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അത് നമ്മൾ എഫ് ഇൻറ്റു ടി എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. നമ്മളൊരു ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ഒരു ബോളൊക്കെ അടിക്കുന്ന കേസിൽ ഉണ്ടാകുന്നത് എന്താണ്? അവിടെ ഒരു ഇമ്പൾസ് ആണ് സംഭവിക്കുന്നത് അല്ലെ. ഇനി മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം എന്ന് പറയുന്നത് നമുക്കറിയാം എം ഇൻറ്റു വി, അതായത് പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് അഗെയിൻ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നമ്മൾ ഓൾറെഡി കണ്ടാണ്. നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ ആദ്യം എഴുതുവാണ്. എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇതിൽ എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്കറിയാം ഡി വി ബൈ ഡി ടി ആണെന്നുള്ളത്. അപ്പോൾ സോ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതി കഴിഞ്ഞാലും അത് ഇതിന് ഈക്വലന്റ് തന്നെയാണ്. ഇനി ചെയ്യുന്നത് ഞാൻ ഈ കോൺസ്റ്റന്റിനെ കൂടി അകത്തേക്ക് എടുക്കുവാണ്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എം വി എന്ന് കിട്ടും. ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ഡി ടി. ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഡി ബൈ ഡി ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണ്. ഇതെന്ത് വരും? എം ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് എം ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ടൈം, ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം ഇവിടെ എന്താ ഉള്ളത്? എം ഇൻറ്റു വി എഫ്. വി എഫ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് എം ഇൻറ്റു വി ഐ. വി ഐ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. അതായത് ഇതെന്താണ്?
മൊമെന്റത്തിന്റെ ഡിഫറൻസ്. ഓക്കെ, ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ആണ് ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. ഡിവൈഡ് ബൈ ടൈം ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു അവർ ടോട്ടൽ ഫോഴ്സ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു ടൈമിനെ വേണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാം. അപ്പൊ ഈ സൈഡിൽ എന്താവും, എഫ് ഇൻറ്റു ടി എന്നുള്ളതാവും. ഈ ലാസ്റ്റ് ഇക്വേഷനിൽ നിങ്ങൾ കാണുന്ന പോലെ എഫ് ഇൻറ്റു ടി എന്നുള്ളതാവും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്, എം ഇൻറ്റു വി എഫ് മൈനസ് എം ഇൻറ്റു വി ഐ എന്നാവും. ഈ ടീനെയാണ് നമ്മൾ അപ്പുറത്തേക്ക് എടുത്തത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി എഫ് മൈനസ് എം ഇൻറ്റു വി ഐ എന്നുള്ളത്. ഇതിൽ എം കോമൺ ആയതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് എഫ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി എഫ് മൈനസ് വി വൺ. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിളിൽ വരുന്ന ഫൈനൽ എക്സ്പ്രഷൻ. അതായത് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, സോ ദ പ്രിൻസിപ്പിൾ എങ്ങനെ പറയാം? ദ ഇമ്പൾസ് മൊമെന്റം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇമ്പൾസ് അപ്ലൈഡ് ടു ആൻ ഒബ്ജക്ട് ഇസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് മൊമെന്റം. വളരെ സിമ്പിൾ അല്ലേ? സോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഒരു 2 പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതുപോലെ 2 കൺസെപ്ഷൻ ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.